ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഭക്തർ കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാർച്ച് 13-നാണ് ആറ്റുകാൽ പൊങ്കാല. ലക്ഷക്കണക്കിന് ഭക്തർ അണിനിരക്കുന്ന ഈ മഹാ ഉത്സവത്തിനായും നഗരം പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. പൊങ്കാല മഹോത്സവത്തിന് ഒരു ദിനം മാത്രം ശേഷിക്കെ നാടും നഗരവും ഭക്തജനസാന്ദ്രമാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ നിരവധി പേരെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് കലം വിൽപ്പന നടത്തുന്ന കച്ചവടക്കാർക്ക് ഇത്തവണ നിരാശയാണ് ഫലം. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വിൽപ്പന കുറവാണെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. നഷ്ടം മക്കളെ, മുമ്പോട്ട് നീങ്ങുന്നില്ല. പിന്നെ ഇങ്ങനെ ഇരിക്കുക. ഞങ്ങൾ വന്നിട്ട് തന്നെ 2 മാസമാവുന്നു. എന്താണെന്നുണ്ടോ ഈ പ്രാവശ്യം നടക്കുന്നില്ല. നാളെ ഇന്നുമായിട്ടുള്ള കച്ചവടത്തെ നമുക്കറിയാം. അമ്മ സഹായിച്ചാൽ നമ്മൾ നേടി. പൊങ്കാലയോടനുബന്ധിച്ച് സുരക്ഷയും സൗകര്യങ്ങളും ഉറപ്പാക്കി ഭക്തർക്ക് സുഗമമായ ദർശനം ഒരുക്കുന്നതിനായി വിവിധ വകുപ്പുകൾ ഒത്തുചേർന്ന് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 3800 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഇതിൽ 1000 പേർ വനിതാ പോലീസുകാരാണ്. ക്ഷേത്ര പരിസരത്തും പ്രധാന റോഡുകളിലുമായി 180-ലധികം CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വാഹനങ്ങളുടെ പാർക്കിംഗ് നിയന്ത്രിക്കാനായി പോലീസ് QR കോഡ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാർച്ച് 13-നാണ് ആറ്റുകാൽ പൊങ്കാല. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.